ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനലിലെ എല്ലാ വീഡിയോസും ഞാൻ സിമ്പിൾ റെസിപ്പിയാണ് ഇടുന്നത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റവ ഉപ്പുമാ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 2 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്, അതും ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലോണം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങ ചെറിയതാണ്. ഇനി എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഈ നെയ്യിലും എണ്ണയിലൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ. ചിലർ ലാസ്റ്റ് തേങ്ങ ചേർത്ത് കൊടുക്കും. ഈ ഒരു കപ്പിന് 1 കപ്പാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഈ റവ വറുത്തതാണെങ്കിലും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ. നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആ റവ എടുത്ത ആ കപ്പിന് തന്നെ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക. ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ തീയെ പറ്റ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഭയങ്കര രുചിയാണ്. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെജിറ്റബിൾ ക്യാരറ്റ് ഒക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.